നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സംസാരിക്കാത്ത, നിങ്ങൾ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കുകൊണ്ട്, ഒരു ട്വീറ്റ് കൊണ്ട്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കൊണ്ട് പോലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയാത്ത ഈ സെലിബ്രിറ്റീസ് നിങ്ങൾക്ക് വേണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ ഈ പറയുന്നത് കൊണ്ട് എന്നെ കുറേ പേർ തെറി വിളിച്ചേക്കാം, എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ എന്തിനു വേണ്ടിയാണ് അവിടെ സമരം നടത്തുന്നതെന്ന് രാഷ്ട്രീയം മാറ്റിവെച്ച്, മതം മാറ്റിവെച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെയും എൻ്റെയും കുട്ടികളുടെ നാളത്തെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് അവരവിടെ സമരം ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നു വിദേശ ഫണ്ടാണ് ഇവിടെ, വിദേശ ചാരന്മാരാണ് ഇവിടെ സമരം നയിക്കുന്നത് എന്ന്. അല്ല, നിങ്ങൾ അവിടുത്തെ സോഷ്യൽ മീഡിയ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയിലെ ഓരോ ഭാഗത്തു നിന്നും അവിടത്തേക്ക് എത്തിച്ചേരുന്ന ആളുകൾ, സമരത്തിന് അവിടെ നേരിട്ട് എത്തിച്ചേരാൻ കഴിയാത്ത ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൂടെയും സ്റ്റോറികളിലൂടെയും ട്വീറ്റുകളുടെയും മാത്രമല്ല, അവിടെ ഓരോ എത്തുന്ന ഭക്ഷണ പൊതികൾ സ്വിഗ്ഗി, സൊമാറ്റോ, മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഹോട്ടലുകളിലും വിളിച്ചും ഓർഡർ ചെയ്തും ആ സമര പന്തലിലേക്ക്, അല്ലെങ്കിൽ സമരത്തിനടുത്ത് ചെന്ന് ആ സമരം ചെയ്യുന്ന ആർക്കെങ്കിലും ഈ ഭക്ഷണ പൊതി കൊടുക്കണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുന്ന ആയിരക്കണക്കിന് ഓർഡറുകളാണ് അവിടെ ദിവസവും വരുന്നത്. നിങ്ങളെടുത്ത് നോക്കുക, ഒരു മുഖ്യധാര മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു ഇന്നലെ വരെ. ഇന്നലെ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് പല മുഖ്യധാര മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന CJPയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അതിൽ കോൺഗ്രസ്സുകാരും ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട്, എന്തിന് BJPക്കാർ വരെ അവിടെ ജന്തർ മന്ദറിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് അവരുടെ പാർട്ടി ചിലപ്പോൾ പറയാൻ പേടിയായിരിക്കും. പക്ഷേ എന്തിനു വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, അവർക്ക് എന്തിന് ഐക്യദാർഢ്യം കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. നാളെയുടെ ഒരു തലമുറയ്ക്ക്, നമ്മളുടെ അനിയന്മാർക്ക്, അനിയത്തിമാർക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് പഠിച്ച നമ്മളുടെ രാജ്യത്ത് അവർക്കൊരു വിദ്യാഭ്യാസം വേണം, അവർക്കൊരു ജീവിതം വേണം. ആ ജീവിതത്തിന് വേണ്ടിയാണ് ഈ പാർട്ടികൾ സമരം ചെയ്യുന്നത്. അവർക്ക് ഐക്യദാർഢ്യം നൽകിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് ഐക്യദാർഢ്യം നൽകുന്നത്? പാർട്ടി, മതം, ജാതി ഒക്കെ മാറ്റിവെച്ച് CJPക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. വിദേശ ഫണ്ടിങ് എന്നും വിദേശ ചാരന്മാരും എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഇതിൻ്റെയൊക്കെ അപ്പുറത്തെ കള്ളന്മാരിരുന്ന് ഇന്ത്യ ഭരിക്കുമ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ പാറ്റകളെ മറന്നു പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു ദുർഘട ഘട്ടത്തിൽ, ഈ സംസാരിക്കേണ്ട ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കുകൊണ്ട് പോലും സംസാരിക്കാത്ത ഒരു സെലിബ്രിറ്റീസിനെയും ജീവിതത്തിൽ ഇനി നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്യരുത് എന്ന് തീരുമാനമെടുത്താൽ അത്രയും നല്ലത്. കാരണം ഇവരാരും നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ സമ്പത്തിന് വേണ്ടിയും മാത്രമാണ്. ഇവരൊക്കെ രാജ്യ താല്പര്യം എന്ന് പറയുന്ന ആളുകൾ എത്രയോ പേര് വിദേശത്ത് സ്ഥിരതാമസമാക്കിയ ആളുകളാണ്. ഇവരൊന്നും രാജ്യത്തിന് വേണ്ടിയോ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്നില്ല. ഒരിക്കൽ കൂടി CJPക്കും അവിടെ സമരം ചെയ്യുന്ന എല്ലാ പാർട്ടികൾക്കും, എല്ലാ പാർട്ടിക്കാർക്കും, എല്ലാ ജാതി മത ഭേദമന്യേ അവിടെ ഒത്തുകൂടിയിട്ടുള്ള യുവതലമുറയ്ക്കും അവർക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന മുതിർന്ന തലമുറയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു.